പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി BSc കമ്പ്യൂട്ടർ സയൻസ് 2ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ വെബ് പ്രോഗ്രാമിംഗ് എന്ന പേപ്പറിൽ നിന്നും ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഡിസ്കഷനിൽ 2ാം സെമസ്റ്റർ BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ വെബ് പ്രോഗ്രാമിംഗ് എന്ന പേപ്പറിൽ നിന്നും ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് യൂണിവേഴ്സിറ്റി ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഡിസ്കഷനിൽ മൊത്തം 6 ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ ഒരു പേപ്പറാണ് വെബ് പ്രോഗ്രാമിംഗ്. വെബ് പ്രോഗ്രാമിംഗ് എന്ന പേപ്പറിൽ നിന്നും ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് 5 വർഷങ്ങളിലുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് എ നോട്ട് ഓൺ വേരിയസ് ലിസ്റ്റ് അവൈലബിൾ ഇൻ HTML. 15 മാർക്കിന്റെ ചോദ്യം. ഒരു എസ്സേ ചോദ്യമാണ്. HTML ലഭ്യമായിരിക്കുന്ന ലിസ്റ്റുകളെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. വളരെ സിമ്പിളായി നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ആദ്യം ലിസ്റ്റ് എന്താണെന്ന് നോക്കാം. ലിസ്റ്റ് ഇൻ HTML ആർ യൂസ്ഡ് ടു ഡിസ്പ്ലേ ഇൻഫർമേഷൻ. HTML ലിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ പലപ്പോഴും നമ്മൾ പല ലിസ്റ്റുകളും കാണാറുണ്ട്. നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ പലപ്പോഴും ലിസ്റ്റുകൾ കാണാറുണ്ട്. അവിടെ ഐറ്റങ്ങളുടെ വില ഡിസ്പ്ലേ ചെയ്യുന്ന ലിസ്റ്റ്. അതുപോലെ തന്നെ HTML ഇൻഫർമേഷൻ ഡിസ്പ്ലേന് വേണ്ടിയാണ് ലിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. There are 3 types of list in HTML. HTML ലിസ്റ്റുകളെ 3ആയി ക്ലാസിഫിച്ചിരിക്കുന്നു: ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ലിസ്റ്റ്. So list in HTML are used to display information. List in HTML are classified into 3 types: ordered list, unordered list and definition list. അങ്ങനെ HTML എന്ന ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജിൽ ലിസ്റ്റുകളെ 3ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: ഓർഡേർഡ് ലിസ്റ്റ്, ക്രമ ലിസ്റ്റ് എന്ന് പറയും; അൺഓർഡേർഡ് ലിസ്റ്റ്, ക്രമരഹിത ലിസ്റ്റ് എന്ന് വിളിക്കുന്നു; ഡെഫിനിഷൻ ലിസ്റ്റ്. അങ്ങനെ 3 ലിസ്റ്റുകളാണ് HTML നമ്മൾ യൂസ് ചെയ്യുന്നത്. An ordered list is a list where the order of elements is important. എലമെന്റ്സിന്റെ ഓർഡറിന്, ക്രമത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ലിസ്റ്റ് ആണ് ഓർഡർഡ് ലിസ്റ്റ്. An unordered list does not give importance to the order of elements. എലമെന്റ്സിന്റെ ഓർഡറിന്, ക്രമത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ലിസ്റ്റ് ആണ് അൺഓർഡർഡ് ലിസ്റ്റ്. A definition list is a collection of terms and their description. ടേംസും ഡിസ്ക്രിപ്ഷനും അടങ്ങിയിരിക്കുന്ന ലിസ്റ്റ് ആണ് ഡെഫിനിഷൻ ലിസ്റ്റ്. അങ്ങനെ ഓർഡർഡ് ലിസ്റ്റ് ഓർഡറിന് ക്രമം കൊടുക്കുന്നു, അൺഓർഡർഡ് ലിസ്റ്റ് ഓർഡറിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഡെഫിനിഷൻ ലിസ്റ്റ് കണ്ടെയ്ൻസ് എ ലിസ്റ്റ് ഓഫ് ടേംസ് ആൻഡ് ദെയർ ഡിസ്ക്രിപ്ഷൻ. ടേംസും ഡിസ്ക്രിപ്ഷനും അടങ്ങിയിരിക്കുന്ന ലിസ്റ്റാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. നമുക്കറിയാം, HTML ടാഗുകൾ നമ്മൾ പഠിച്ചു. വ്യത്യസ്തമായ ടാഗുകൾ ഉപയോഗിച്ചാണ് ഈ 3 ലിസ്റ്റും ക്രിയേറ്റ് ചെയ്യുന്നത്. HTML ഉപയോഗിക്കുന്ന കമാൻഡുകളെയാണ് പൊതുവെ ടാഗുകൾ എന്ന് വിളിക്കുന്നത്. നമുക്കിനി ഓർഡേർഡ് ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. An ordered list marks items by numbers or alphabets. ഓരോ ഐറ്റങ്ങളെയും നമ്പർ അല്ലെങ്കിൽ ആൽഫബറ്റ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുന്ന ലിസ്റ്റിനെ പൊതുവെ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് വിളിക്കുന്നു. An ordered list marks item by numbers or alphabets. നമ്പർ അല്ലെങ്കിൽ ആൽഫബറ്റ് ഉപയോഗിച്ചാണ് ഓരോ ഐറ്റങ്ങളെയും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യുന്നത്. അത്തരം ലിസ്റ്റിനെ നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് വിളിക്കുന്നു. ഒരു ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ OL എന്ന ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. OL എന്ന ടാഗിന് ഓപ്പണിംഗും ഉണ്ട്, ക്ലോസിംഗും ഉണ്ട്. സ്വാഭാവികമായിട്ടും OL എന്ന് പറയുന്നത് ഒരു പേഡ് ടാഗ് ആണ്, അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ ടാഗ് എന്ന് വിളിക്കാം. So the OL tag is used to create the ordered list. Ordered list is also called numbered list. ഓർഡേർഡ് ലിസ്റ്റിനെ നമ്മൾ നമ്പേർഡ് ലിസ്റ്റ് എന്ന് വിളിക്കുന്നു. ഓരോ ഐറ്റങ്ങളെയും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ LI എന്ന ടാഗ് ഉപയോഗിക്കുന്നു. അങ്ങനെ ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ടാഗുകളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് OL എന്ന ടാഗ് ഉപയോഗിക്കുന്നു, ഓർഡർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനിയും ആ ലിസ്റ്റിലെ ഓരോ ഐറ്റത്തെയും സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി LI എന്ന ടാഗ് ഉപയോഗിക്കുന്നു. LI എന്നാൽ ലിസ്റ്റ് ഐറ്റം എന്ന് പറയുന്നു. അങ്ങനെ ഓർഡർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി OL എന്ന ടാഗ് ഉപയോഗിക്കുന്നു. നമുക്കറിയാം, നമ്മൾ HTML കോഡ് എഴുതുന്നത് HTML ഹെഡ് ബോഡി എന്ന ആ ഒരു സ്ട്രക്ചറിലാണ് എഴുതുന്നത്.
നമ്മുടെ ഇവിടുത്തെ ഔട്ട്പുട്ട് നോക്കിയാൽ 1 ഇന്ത്യ, 2 ശ്രീലങ്ക, 3 നേപ്പാൾ, 4 ചൈന എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. അവിടെ 1, 2, 3 ആണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും അതൊരു ഓർഡേർഡ് ലിസ്റ്റ് ആണ്. ഒരു ഓർഡേർഡ് ലിസ്റ്റിൽ ഓരോ ഐറ്റത്തെയും സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി, മാർക്ക് ചെയ്യാൻ വേണ്ടി ഒന്നി നമ്പർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ആൽഫബറ്റ്സ് യൂസ് ചെയ്യും. സോ ആൻ ഓർഡേർഡ് ലിസ്റ്റ് ഈസ് ആൻ ലിസ്റ്റ് വേർ ഈച്ച് ഐറ്റംസ് ഈസ് denoted or marked by numbers or alphabets. ഡിഫോൾട്ട് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ഓർഡേർഡ് ലിസ്റ്റിന്റെ നമ്പറാണ്. ഇനി നമുക്ക് OL എന്ന ടാഗിന്റെ ആട്രിബ്യൂട്ട് നോക്കാം. നമുക്കറിയാം ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ടാഗിന്റെ കൂടെ കൊടുക്കുന്ന അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ദ അഡീഷണൽ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് വിത്ത് HTML tags are called attributes. ഒരു HTML ടാഗിനെ കുറിച്ച് നമുക്കറിയാം. HTML കമാൻഡ് ആണ് ടാഗ് എന്ന് പറയുന്നത്. HTML അബ്രിവേഷൻ നമുക്കറിയാം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് വിളിക്കുന്നു. വെബ് പേജുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് HTML ഉപയോഗിക്കുന്നത്. അങ്ങനെ ടാഗിന്റെ കൂടെ കൊടുക്കുന്ന അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ആട്രിബ്യൂട്ട്. നേരത്തെ പറഞ്ഞു ഒരു ഓർഡേർഡ് ലിസ്റ്റിന്റെ ഡിഫോൾട്ട് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്പറാണ്. എന്നാൽ നമുക്ക് ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞ ഡിഫോൾട്ട് സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി നമ്മൾ ടൈപ്പ് എന്ന് പറയുന്ന OL ടാഗിന്റെ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യും. ടൈപ്പിന് പൊതുവെ നമുക്ക് 5 വാല്യൂസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ടൈപ്പ് 1 എന്ന് കൊടുക്കാം, ടൈപ്പ് A എന്ന് കൊടുക്കാം, ടൈപ്പ് ക്യാപിറ്റൽ ലെറ്റർ A എന്ന് കൊടുക്കാം, ടൈപ്പ് സ്മോൾ ലെറ്റർ I എന്ന് കൊടുക്കാം, ടൈപ്പ് ക്യാപിറ്റൽ ലെറ്റർ I എന്ന് കൊടുക്കാം. അങ്ങനെ 5 സാധ്യമായ വാല്യൂസ് ആണ് OL എന്ന ടാഗിന്റെ ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉള്ളത്. The type attribute of OL tag is used to change the default style of an ordered list. ഒരു ഓർഡേർഡ് ലിസ്റ്റിന്റെ ഡിഫോൾട്ട് സ്റ്റൈലായ നമ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി OL ടാഗിന്റെ കൂടെ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട് ആണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. ടൈപ്പ് A എന്ന് പറഞ്ഞു കൊടുത്താൽ, സ്മോൾ ലെറ്റർ A എന്ന് പറഞ്ഞു കൊടുത്താൽ ഓരോ ഐറ്റത്തെയും സ്മോൾ ലെറ്റർ ഉപയോഗിച്ചായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോവർ കേസ് ആൽഫബറ്റ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ടൈപ്പ് ക്യാപിറ്റൽ A എന്ന് കൊടുത്താൽ അവിടെ ഓരോ ഐറ്റത്തെയും നമ്മൾ അപ്പർ കേസ് ഉപയോഗിച്ചായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ I എന്ന് കൊടുത്താൽ റോമൻ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നു, ലോവർ കേസ് റോമൻ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നു. ക്യാപിറ്റൽ I എന്ന് കൊടുത്താൽ അപ്പർ കേസ് റോമൻ നമ്പേഴ്സ് ആയിരിക്കും ഓരോ ഐറ്റത്തെയും സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. So the default style of an ordered list can be changed by using the type attribute. Attribute എന്ന് പറഞ്ഞാൽ the additional information provided with HTML tag. ഇനി നമുക്ക് അൺഓർഡേർഡ് ലിസ്റ്റ് എന്താന്ന് നോക്കാം, അല്ലെങ്കിൽ ക്രമരഹിത ലിസ്റ്റ് എന്താന്ന് നോക്കാം. An unordered list uses bullets or disk instead of numbers. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഓർഡേർഡ് ലിസ്റ്റിലെ ഡിഫോൾട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞ നമ്പറാണ്. നമ്പറിന് പകരം ഡിസ്ക് അല്ലെങ്കിൽ ബുള്ളറ്റ്. ഡിസ്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഷെയ്ഡ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്തേക്കുന്ന ഒരു സർക്കിളാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും ഷെയ്ഡ് ചെയ്തേക്കുന്ന സർക്കിളിനെ നമ്മൾ ഡിസ്ക് അല്ലെങ്കിൽ ബുള്ളറ്റ് എന്ന് വിളിക്കുന്നു. അങ്ങനെ നമ്പറിന് പകരം ഡിസ്ക് അല്ലെങ്കിൽ ബുള്ളറ്റ് ഉപയോഗിക്കുന്ന ലിസ്റ്റാണ് അൺഓർഡേർഡ് ലിസ്റ്റ്. സോ an unordered list is a list which uses disk or bullet instead of numbers. നമ്പറിന് പകരം ഡിസ്ക് അല്ലെങ്കിൽ ബുള്ളറ്റ് ഉപയോഗിക്കുന്ന ലിസ്റ്റാണ് അൺഓർഡേർഡ് ലിസ്റ്റ്. The UL tag is used to create an unordered list. നേരത്തെ പറഞ്ഞു ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി OL ടാഗ് ഉപയോഗിക്കുന്നു. എന്നാൽ അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി UL എന്ന ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. UL ടാഗിന് ഓപ്പണിംഗും ഉണ്ട്, ക്ലോസിംഗും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഐറ്റത്തെയും സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി LI എന്ന ടാഗും ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ടാഗുകൾ ഉപയോഗിക്കണം. ഒന്ന് UL എന്ന ടാഗ് ആ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ലിസ്റ്റിലെ ഓരോ ഐറ്റത്തെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി LI എന്ന ടാഗ് യൂസ് ചെയ്യുന്നു. ലിസ്റ്റ് ഐറ്റം എന്ന ടാഗ് ഉപയോഗിക്കുന്നു. സോ an unordered list is also called bulleted list. ഒരു അൺഓർഡേർഡ് ലിസ്റ്റിനെ നമ്മൾ ബുള്ളറ്റഡ് ലിസ്റ്റ് എന്നും വിളിക്കുന്നു. കാരണം നമ്പറിന് പകരം ബുള്ളറ്റ് അല്ലെങ്കിൽ ഡിസ്ക് ഉപയോഗിക്കുന്ന ലിസ്റ്റാണ് അൺഓർഡേർഡ് ലിസ്റ്റ്. നേരത്തെ കണ്ടു an unordered list does not give importance to the order of item.
ഐറ്റങ്ങളുടെ ക്രമത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ലിസ്റ്റാണ് അൺഓർഡേർഡ് ലിസ്റ്റ്. ആൻഡ് അൺഓർഡേർഡ് ലിസ്റ്റ് ഈസ് ക്രിയേറ്റഡ് യൂസിംഗ് ദ UL ടാഗ്. ULന് ഓപ്പണിംഗും ഉണ്ട്, ക്ലോസിംഗും ഉണ്ട്. സ്വാഭാവികമായിട്ടും ഓപ്പണിംഗും ക്ലോസിംഗും ഉള്ള ടാഗുകളെ നമ്മൾ കണ്ടെയ്നർ അല്ലെങ്കിൽ പേഡ് ടാഗ് എന്ന് വിളിക്കുന്നു. ഇവിടെ നമ്മുടെ ഔട്ട്പുട്ട് നോക്കിയാൽ അറിയാം, അവിടെ നമ്പറിന് പകരം ഒരു ഡിസ്ക് അല്ലെങ്കിൽ ബുള്ളറ്റ് ആണ് ഓരോ ഐറ്റത്തെയും ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് UL ടാഗിന്റെ ടൈപ്പ് ആട്രിബ്യൂട്ടിനെ കുറിച്ച് നോക്കാം. ദ ഡിഫോൾട്ട് സ്റ്റൈൽ ഓഫ് ആൻ അൺഓർഡേർഡ് ലിസ്റ്റ് ഈസ് ഡിസ്ക് ഓർ ബുള്ളറ്റ്. ഒരു അൺഓർഡേർഡ് ലിസ്റ്റിന്റെ ഡിഫോൾട്ട് സ്റ്റൈൽ എന്ന് പറയുന്നത്, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് അസൈൻ ചെയ്യുന്ന സ്റ്റൈൽ, അതാണ് ഡിഫോൾട്ട് സ്റ്റൈൽ. ഒരു ഡിഫോൾട്ട് സ്റ്റൈൽ, അതായത് ഒരു അൺഓർഡേർഡ് ലിസ്റ്റിന്റെ ഡിഫോൾട്ട് സ്റ്റൈൽ എന്ന് പറയുന്നത് ഡിസ്ക് അല്ലെങ്കിൽ ബുള്ളറ്റ് ആണ്. ഈ ഒരു ഡിസ്ക് അല്ലെങ്കിൽ ബുള്ളറ്റ് നമുക്ക് ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നു. ഒരു UL ടാഗിന്റെ കേസിൽ വന്നാൽ ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് 2 വാല്യൂസ് ആണുള്ളത്. The type attribute of UL tag has 2 values, circle and square. ഇപ്പോൾ നമുക്ക് UL എന്ന് പറയുന്ന ടാഗിന്റെ ടൈപ്പ് ആട്രിബ്യൂട്ടിന് 2 വാല്യൂസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഒന്നീ സർക്കിൾ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്ക്വയർ എന്ന് കൊടുത്താലും നമുക്ക് ഈ ഒരു സ്റ്റൈൽ ചേഞ്ച് ചെയ്യും. കാരണം നമ്മൾ പഠിച്ചു, ഒരു അൺഓർഡേർഡ് ലിസ്റ്റിന്റെ ഡിഫോൾട്ട് സ്റ്റൈൽ, ദ ഡിഫോൾട്ട് സ്റ്റൈൽ ഓഫ് ആൻ അൺഓർഡേർഡ് ലിസ്റ്റ് ഈസ് ഡിസ്ക് ഓർ ബുള്ളറ്റ്. പൂർണ്ണമായിട്ടും ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സർക്കിളാണ് ഡിസ്ക് അല്ലെങ്കിൽ ബുള്ളറ്റ് എന്ന് പറയുന്നു. ഈ ഒരു ഡിഫോൾട്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു. ഒരു UL ടാഗിന്റെ കേസിൽ വന്നാൽ ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് 2 വാല്യൂസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഒന്ന് സർക്കിൾ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സ്ക്വയർ എന്ന് കൊടുക്കാം. UL ടൈപ്പ് ഈസികൾ സർക്കിൾ എന്ന് കൊടുത്താൽ അവിടെ ഓരോ ഐറ്റത്തെയും സർക്കിൾ ഉപയോഗിച്ചായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. UL ടൈപ്പ് ഈസികൾ സ്ക്വയർ എന്ന് കൊടുത്താൽ അവിടെ സ്ക്വയർ ആയിരിക്കും ഓരോ ഐറ്റത്തെയും നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ദ UL ടാഗ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദ അൺഓർഡേർഡ് ലിസ്റ്റ്. The default style of an unordered list is disk or bullet. The default style of an unordered list can be changed by using the type attribute of UL tag. UL tag ന്റെ type attribute ഉപയോഗിച്ച് ഈ ഒരു ഡിഫോൾട്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നു. The type attribute of UL tag has 2 values, circle and square. ഇനി നമുക്ക് മൂന്നാമത്തെ ലിസ്റ്റ് നോക്കാം. അതിനെയാണ് നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ലിസ്റ്റ് കണ്ടെയ്ൻസ് എ ലിസ്റ്റ് ഓഫ് ടേംസ് ആൻഡ് ദെയർ ഡിസ്ക്രിപ്ഷൻ. ടേമുകളും ഡിസ്ക്രിപ്ഷനും അടങ്ങിയിരിക്കുന്ന ലിസ്റ്റ്, കൺസിസ്റ്റ് ചെയ്യുന്ന ലിസ്റ്റിനെ നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് വിളിക്കുന്നു. സോ എ ഡെഫിനിഷൻ ലിസ്റ്റ് കൺസിസ്റ്റ് ഓഫ് എ ലിസ്റ്റ് ഓഫ് ടേംസ് ആൻഡ് ദെയർ ഡിസ്ക്രിപ്ഷൻ. നമ്മുടെ ഔട്ട്പുട്ട് നോക്കൂ, CPU അവിടെ ടേം, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് CPU എന്ന ടേമിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. BMP ഡെഫിനിഷൻ ടേം, അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ബിറ്റ് മാപ്പ് പിക്ചർ. ഇത്തരത്തിലുള്ള ലിസ്റ്റ്, അതായത് ടേംസും ഡിസ്ക്രിപ്ഷനും അടങ്ങിയിരിക്കുന്ന ലിസ്റ്റ്, കൺസിസ്റ്റ് ചെയ്യുന്ന ലിസ്റ്റിനെ നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് വിളിക്കുന്നു. അവിടെ ടേമും ഉണ്ട്, ഡിസ്ക്രിപ്ഷനും ഉണ്ട്. ടേമിനെ സ്പെസിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ DT എന്ന ടാഗ് ഉപയോഗിക്കുന്നു. ഡിസ്ക്രിപ്ഷൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി DD എന്ന ടാഗ് ഉപയോഗിക്കുന്നു. ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ DL എന്ന ടാഗ് ഉപയോഗിക്കുന്നു. ഇവിടെ സ്വാഭാവികമായിട്ട് ഒരു ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ 3 ടാഗുകൾ ഉപയോഗിക്കുന്നു. DL ടാഗ് ഉപയോഗിക്കുന്നു, ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ടേം സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി DT ടാഗ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി DD എന്ന ടാഗ് ഉപയോഗിക്കുന്നു. ഈ DTയും DD ടാഗിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ഇതിന് ക്ലോസിംഗ് ആവശ്യമില്ല. ഓപ്പണിംഗ് മാത്രമായിട്ട്, അല്ലെങ്കിൽ ക്ലോസിംഗും ഓപ്പണിംഗും ഉപയോഗിച്ച് നമുക്ക് 2 രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയുന്ന വളരെ അപൂർവം ടാഗുകൾ ഒന്നാണ് DTയും DD. സോ എ ഡെഫിനിഷൻ ലിസ്റ്റ് കണ്ടെയ്ൻസ് എ ലിസ്റ്റ് ഓഫ് ടേംസ് ആൻഡ് ദെയർ ഡിസ്ക്രിപ്ഷൻ. ദ DL ടാഗ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഡെഫിനിഷൻ ലിസ്റ്റ്. ഒരു ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി DL ടാഗ് ഉപയോഗിക്കുന്നു. ഡെഫിനിഷൻ ടേം സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി DT ടാഗ് ഉപയോഗിക്കുന്നു. ഡിസ്ക്രിപ്ഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി DD എന്ന ടാഗ് ഉപയോഗിക്കുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3 ടാഗുകൾ യൂസ് ചെയ്യുന്നു. ഒന്ന് DL ടാഗ് ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. DT
ഡെഫിനിഷൻ ടേം സ്പെസിഫൈ ചെയ്യുന്നു, DD ഡേറ്റ ഡിസ്ക്രിപ്ഷൻ സ്പെസിഫൈ ചെയ്യുന്നു. ഇനിയും നമുക്ക് ലാസ്റ്റ് ഒരു ലിസ്റ്റ് ഉണ്ട്, അതിനെ നമ്മൾ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയും. നമ്മൾ 3 ലിസ്റ്റുകൾ പഠിച്ചു, ഓർഡേർഡ്, അൺഓർഡേർഡ്, ഡെഫിനിഷൻ. ആദ്യം പഠിച്ച ആ 2 ലിസ്റ്റുകൾ കമ്പൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ലിസ്റ്റുകളെ പൊതുവെ നമുക്ക് നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയും. എ ലിസ്റ്റ് പ്ലേസ്ഡ് ഇൻസൈഡ് അനദർ ലിസ്റ്റ് ഈസ് കോൾഡ് നെസ്റ്റഡ് ലിസ്റ്റ്. അതാണ് നെസ്റ്റഡ് ലിസ്റ്റിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എ ലിസ്റ്റ് പ്ലേസ്ഡ് ഇൻസൈഡ് അനദർ ലിസ്റ്റ് ഈസ് കോൾഡ് ഡെഫിനിഷൻ ലിസ്റ്റ്. ഒരു ലിസ്റ്റിനകത്ത് മറ്റൊരു ലിസ്റ്റ് പ്ലേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ലിസ്റ്റിനെ നമ്മൾ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് വിളിക്കുന്നു. എ നെസ്റ്റഡ് ലിസ്റ്റ് can be created by placing an unordered list inside an ordered list or ordered list inside an unordered list. ഒരു ഓർഡേർഡ് ലിസ്റ്റിനകത്ത് മറ്റൊരു അൺഓർഡേർഡ് ലിസ്റ്റ് പ്ലേസ് ചെയ്തോ, അല്ലെങ്കിൽ ഒരു ഓർഡേർഡ് ലിസ്റ്റിനകത്ത് മറ്റൊരു അൺഓർഡേർഡ് ലിസ്റ്റ് പ്ലേസ് ചെയ്തോ നമുക്ക് ഇത്തരം നെസ്റ്റഡ് ലിസ്റ്റുകളെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. എ ലിസ്റ്റ് പ്ലേസ്ഡ് ഇൻസൈഡ് അനദർ ലിസ്റ്റ് ഈസ് കോൾഡ് നെസ്റ്റഡ് ലിസ്റ്റ്. നമ്മുടെ അവിടുത്തെ ഒരു ഔട്ട്പുട്ട് നോക്കിയാൽ നമുക്കറിയാം, അവിടെ ഒന്നിലധികം ലിസ്റ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോഫി, ടീ എന്ന് എഴുതി കാണിക്കുന്നു, സ്വാഭാവികമായിട്ടും ഒരു അൺഓർഡർ ലിസ്റ്റ് ആണ്, കാരണം നമ്മുടെ ഡിസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ എന്ന് പറയുന്നതും അവിടെ ഒരു സർക്കിൾ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഒരു അൺഓർഡർ ലിസ്റ്റിനകത്ത് തന്നെ മറ്റൊരു അൺഓർഡർ ലിസ്റ്റ് പ്ലേസ് ചെയ്താണ് ആ ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തത്. സ്വാഭാവികമായിട്ടും അത്തരം ലിസ്റ്റുകളെ നമുക്ക് പൊതുവെ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയാൻ പറ്റും. ദ പ്രോസസ് ഓഫ് പ്ലേസിംഗ് എ ലിസ്റ്റ് ഇൻസൈഡ് അനദർ ലിസ്റ്റ് ഈസ് കോൾഡ് നെസ്റ്റിംഗ് ഓഫ് ലിസ്റ്റ്. ഒരു ലിസ്റ്റിനെ മറ്റൊരു ലിസ്റ്റിനകത്ത് പ്ലേസ് ചെയ്യുന്ന പ്രക്രിയയെ നമ്മൾ നെസ്റ്റിംഗ് ഓഫ് ലിസ്റ്റ് എന്ന് വിളിക്കുന്നു. സോ എ ലിസ്റ്റ് പ്ലേസ്ഡ് ഇൻസൈഡ് അനദർ ലിസ്റ്റ് ഈസ് കോൾഡ് നെസ്റ്റഡ് ലിസ്റ്റ്. ഒരു ലിസ്റ്റിനെ മറ്റൊരു ലിസ്റ്റിനകത്ത് പ്ലേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ലിസ്റ്റുകളെ പൊതുവെ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് വിളിക്കുന്നു. പൊതുവെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്ത് പഠിക്കുന്ന ഒരു കാര്യങ്ങളാണ് നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ പൊതുവെ HTML 3 തരം ലിസ്റ്റുകളാണ് ഉള്ളത്. ഒന്ന് ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, 3 ഡെഫിനിഷൻ ലിസ്റ്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കൂ. റൈറ്റ് എ നോട്ട് ഓൺ ഹെഡിങ്സ് ഇൻ HTML. 4 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. നമ്മൾ പഠിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയ സെക്ഷനാണ് ഹെഡിങ്സ് എന്ന് പറയുന്നത്. ഹെഡിങ്സ് ഇൻ HTML ആർ യൂസ്ഡ് ടു give a heading to the document. HTML ഡോക്യുമെന്റിന് ഹെഡിങ് കൊടുക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ഹെഡിങ്സ് യൂസ് ചെയ്യുന്നത്. HTML സപ്പോർട്ട്സ് 6 ലെവൽസ് ഓഫ് ഹെഡിങ് ഫ്രം H1 to H6. H1 മുതൽ H6 വരെയുള്ള ഹെഡിങ്സ് ആണ് HTML സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും വലിയ ഹെഡിങ് എന്ന് പറയുന്നത് H1 ആണ്. നമ്മൾ ഒന്നാമത്തെ ഹെഡിങ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ H1 എന്ന ടാഗ് യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ ഹെഡിങ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ H2 എന്ന ടാഗ് യൂസ് ചെയ്യുന്നു. മൂന്നാമത്തെ ഹെഡിങ് ആണെങ്കിൽ H3, 4 ആണെങ്കിൽ H4, 5 ആണെങ്കിൽ H5, 6 ആണെങ്കിൽ H6. അങ്ങനെ H1 മുതൽ H6 വരെയുള്ള ഹെഡിങ്സ് ആണ് HTML സപ്പോർട്ട് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ബോഡി സെക്ഷനിലാണ് ഈ ഒരു ഹെഡിങ് ടാഗ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു HTML ഡോക്യുമെന്റ് 2 സെക്ഷൻ ഉണ്ട്. HTML ഡോക്യുമെന്റ് കൺസിസ്റ്റ് ഓഫ് 2 സെക്ഷൻസ്, ഹെഡ് സെക്ഷൻ ആൻഡ് ബോഡി സെക്ഷൻ. ബോഡി സെക്ഷനിലാണ് പ്രധാന കണ്ടന്റുകൾ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ ആൻ HTML ഡോക്യുമെന്റ് കൺസിസ്റ്റ് ഓഫ് 2 സെക്ഷൻസ്, ഹെഡ് സെക്ഷൻ ആൻഡ് ബോഡി സെക്ഷൻ. ഹെഡ് സെക്ഷനിൽ പൊതുവെ നമ്മൾ ടൈറ്റിൽ പോലെയുള്ള കാര്യങ്ങളാണ് പ്ലേസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ബോഡി സെക്ഷനിൽ പ്രധാന കണ്ടന്റ് പ്ലേസ് ചെയ്യുന്നു. അങ്ങനെ ഹെഡിങ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ബോഡി സെക്ഷനിലാണ് പ്ലേസ് ചെയ്യുന്നത്. HTML ഡോക്യുമെന്റിൽ ഹെഡിങ്സ് കൊടുക്കാൻ വേണ്ടിയാണ് ഹെഡിങ് എന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. HTML സപ്പോർട്ട്സ് 6 ലെവൽസ് ഓഫ് ഹെഡിങ് ഫ്രം H1 to H6. H1 മുതൽ H6 വരെ 6 ലെവൽ ഓഫ് ഹെഡിങ് ആണ് HTML സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഓർക്കേണ്ടത്, എല്ലാ ടാഗിനും ഓപ്പണിംഗും ഉണ്ട്, ക്ലോസിംഗും ഉണ്ട്. അതായത് H1 മുതൽ H6 വരെയുള്ള എല്ലാ ടാഗിനും ഓപ്പണിംഗും ഉണ്ട്, ക്ലോസിംഗും ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം ടാഗുകൾ നമ്മൾ കണ്ടെയ്നർ അല്ലെങ്കിൽ പേഡ് ടാഗ് എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് ഹെഡിങ് ടാഗിന്റെ പ്രധാന ആട്രിബ്യൂട്ട് എന്താണെന്ന് നോക്കിയാൽ, ദ മെയിൻ ആട്രിബ്യൂട്ട് ഓഫ് ഹെഡിങ് ടാഗ് ഈസ് അലൈൻ.
കാരണം നമുക്കറിയാം ഒരു HTML ഡോക്യുമെന്റിൽ എന്ത് പ്ലേസ് ചെയ്താലും അത് ലെഫ്റ്റിലോട്ടായിരിക്കും അലൈൻ ചെയ്യുന്നത്. നമ്മളൊരു ഇമേജ് എടുത്ത് വെച്ചാലോ, അല്ലെങ്കിൽ ഒരു ഹെഡിങ് എടുത്ത് വെച്ചാലോ, അല്ലെങ്കിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാലോ, ആ ടേബിൾ അല്ലെങ്കിൽ ആ ഇമേജ് അല്ലെങ്കിൽ ആ ഹെഡിങ് എന്ന് പറയുന്നത് ലെഫ്റ്റിലോട്ടായിരിക്കും അലൈൻ ചെയ്യുന്നത്. കാരണം HTML ഡിഫോൾട്ട് അലൈൻമെന്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഹെഡിങ് എടുത്ത് വെച്ചാലും അത് ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും അലൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹെഡിങ് ടാഗിന്റെ പ്രധാന ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അലൈൻ ആണ്. ദ മെയിൻ ആട്രിബ്യൂട്ട് ഓഫ് ഹെഡിങ് ടാഗ് ഈസ് അലൈൻ. അങ്ങനെ അലൈൻ എന്ന് പറയുന്ന ഹെഡിങ് ടാഗിന്റെ ആട്രിബ്യൂട്ടിന് 3 വാല്യൂസ് ആണ് ഉള്ളത്. ദ മെയിൻ ആട്രിബ്യൂട്ട് ഓഫ് ഹെഡിങ് ടാഗ് ഈസ് അലൈൻ. ഇറ്റ് ഹാസ് 3 വാല്യൂസ്, ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് സെന്റർ. അങ്ങനെ ഹെഡിങ് ടാഗിന് ആട്രിബ്യൂട്ട് ഉണ്ട്. പ്രധാന ആട്രിബ്യൂട്ട് ആണ് അലൈന്. അലൈന് 3 വാല്യൂ ഉണ്ട്. 1 ലെഫ്റ്റ് എന്ന് കൊടുക്കാം, അത് ഡിഫോൾട്ട് സ്റ്റൈലാണ്. 2 റൈറ്റ് എന്ന് കൊടുക്കാം. 3 സെന്റർ എന്ന് കൊടുക്കാം. നേരത്തെ പറഞ്ഞു ഏറ്റവും വലിയ ഹെഡിങ് എന്ന് പറയുന്നത് H1 ആണ്, ഏറ്റവും ചെറിയ ഹെഡിങ് ആണ് H6. ഇതൊന്ന് ഓർത്ത് നോക്കുക. കാരണം പലപ്പോഴും പൊതുപരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാം, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഹെഡിങ് ഇൻ HTML. HTML ഏറ്റവും വലിയ ഹെഡിങ് എന്ന് പറയുന്നത് H1 ഉം സ്മോളസ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് H6 ആണ്. നേരത്തെ പറഞ്ഞു H1 മുതൽ H6 വരെ 6 ലെവൽസ് ഓഫ് ഹെഡിങ് ആണ് HTML സപ്പോർട്ട് ചെയ്തത്. The heading tag is used to specify the heading to the HTML document. HTML ഡോക്യുമെന്റിൽ ഹെഡിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഹെഡിങ് ടാഗ് യൂസ് ചെയ്യുന്നത്. HTML 6 ലെവൽസ് ഓഫ് ഹെഡിങ് സപ്പോർട്ട് ചെയ്യുന്നു, H1 മുതൽ H6 വരെ. എല്ലാ ടാഗിനും ഓപ്പണിംഗും ഉണ്ട്, ക്ലോസിംഗും ഉണ്ട്. സ്വാഭാവികമായിട്ടും H1 മുതൽ H6 വരെയുള്ള ടാഗുകളെ നമ്മൾ കണ്ടെയ്നർ അല്ലെങ്കിൽ പെയ്ഡ് ടാഗ് എന്ന് വിളിക്കുന്നു. ഇനി 3ാമത്തെ ചോദ്യം നോക്കൂ. റൈറ്റ് എ നോട്ട് ഓൺ ടേബിൾ ഇൻ HTML 4 മാർക്കിന്റെ ചോദ്യം. നമ്മുടെ സിലബസിൽ വെബ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സിലബസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയി പറയുന്ന ഒരു HTML ടോപ്പിക്കാണ് ടേബിൾ ഇൻ HTML. പലപ്പോഴും നമുക്ക് പ്രാക്ടിക്കലായി ചെയ്ത് പഠിക്കേണ്ട ഒരു സെക്ഷനാണ് ടേബിൾ. നമുക്ക് ആദ്യം ടേബിൾ എന്താന്ന് നോക്കാം. എ ടേബിൾ കൺസിസ്റ്റ് ഓഫ് റോ ആൻഡ് കോളം. റോയും കോളവുമായിട്ട് ഡേറ്റ റെപ്രസെന്റ് ചെയ്യുന്ന സംവിധാനമാണ് ടേബിൾ എന്ന് പറയുന്നത്. ടേബിൾ ഇൻ HTML ആർ ക്രിയേറ്റഡ് യൂസിംഗ് ദ ടേബിൾ ടാഗ്. ടേബിൾ ടാഗ് ഉപയോഗിച്ചാണ് HTML ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു ടേബിൾ കൺസിസ്റ്റ് ഓഫ് റോ ആൻഡ് കോളം. റോയും കോളവുമായിട്ട് ഡേറ്റ റെപ്രസെന്റ് ചെയ്യുന്ന സംവിധാനമാണ് ടേബിൾ എന്ന് പറയുന്നത്. ടേബിൾ എന്ന് പറയുന്ന ടാഗിന് പ്രധാനമായും 12ഓളം ആട്രിബ്യൂട്ട്സ് ആണുള്ളത്. അതിൽ നമുക്ക് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു 5ഓ 6ഓ ആട്രിബ്യൂട്ടുകളാണ് നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. 1ാമത്തെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ബോർഡർ ആണ്. ഇറ്റ് സ്പെസിഫൈസ് ദ തിക്നെസ് ഓഫ് ബോർഡർ ലൈൻ അറൌണ്ട് ദ ടേബിൾ. ടേബിളിന് ചുറ്റുമുള്ള ബോർഡർ ലൈൻസിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് ബോർഡർ. ഡിഫോൾട്ട് സ്റ്റൈൽ എന്ന് പറയുന്നത് 0 ആണ്. 0 എന്ന് ബോർഡർ കൊടുത്താൽ ടേബിളിൽ ബോർഡർ ഉണ്ടാവത്തില്ല. ടേബിളിൽ ബോർഡർ വരാൻ വേണ്ടി നമ്മൾ ബോർഡർ ഈസ് ഈക്വൽ ടു 1 എന്നോ അല്ലെങ്കിൽ 2 എന്നോ കൊടുക്കാൻ കഴിയുന്നു. 2ാമത്തെ പ്രധാന ആട്രിബ്യൂട്ട് ആണ് ബോർഡർ കളർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അസൈൻ എ കളർ ടു ദ ടേബിൾ ബോർഡർ. ടേബിളിൽ ഒരു ബോർഡർ ലൈൻ ഉണ്ട്. ആ ബോർഡർ ലൈനിന് നിറം കൊടുക്കണമെങ്കിൽ നമ്മൾ ബോർഡർ കളർ എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നു. അടുത്തത് BG കളർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അസൈൻ എ ബാക്ക്ഗ്രൗണ്ട് കളർ ടു ദ ടേബിൾ. ടേബിൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ അസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് BG കളർ. അടുത്തതാണ് സെൽ പാഡിംഗ്, സെൽ സ്പേസിംഗ്. ഇത് മനസ്സിലാക്കുക. സെൽ പാഡിംഗ് ഈസ് ദ സ്പേസ് ബിറ്റ്വീൻ സെൽ ബോർഡർ ആൻഡ് ടേബിൾ ബോർഡർ. ടേബിൾ ബോർഡറും സെൽ ബോർഡറും തമ്മിലുള്ള സ്പേസ് ആണ് സെൽ പാഡിംഗ്. സെൽ സ്പേസിംഗ് ഈസ് ദ സ്പേസ് ബിറ്റ്വീൻ സെൽ ബോർഡർ ആൻഡ് സെൽ കണ്ടന്റ്. സെൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ബോക്സ് ആണ് സെൽ. അത്തരം ബോക്സുകൾ ചേർന്നാണ് നമ്മുടെ ടേബിൾ ഫോം ചെയ്യുന്നത്. ആ ഒരു ബോക്സിനെയാണ് റെക്ടാംഗിൾ ബോക്സ് ആണ് സെൽ എന്ന് പറയുന്നത്. സെൽ ബോർഡറും ടേബിൾ ബോർഡറും തമ്മിലുള്ള ദൂരം സെൽ സ്പേസിംഗും സെൽ ബോർഡറും സെൽ കണ്ടന്റും തമ്മിലുള്ള ദൂരമാണ് സെൽ പാഡിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൽ പാഡിംഗ് ആൻഡ് സെൽ സ്പേസിംഗ് ചോദിക്കും. So cell padding is the space between cell border and cell content. Cell spacing is the space between cell border and table border. Space between cell border and table border is called cell spacing, and the content, the space between cell content and cell border is called cell padding. Cell padding, cell spacing മനസ്സിലാക്കി വെക്കുക.
സെൽ പാഡിംഗ് എന്ന് പറഞ്ഞാൽ സെല്ലിലെ കണ്ടന്റും സെൽ ബോർഡറും തമ്മിലുള്ള സ്പേസ് ആണ് സെൽ പാഡിംഗ് എന്ന് പറയുന്നത്. സെൽ ബോർഡറും ടേബിൾ ബോർഡറും തമ്മിലുള്ള സ്പേസ് ആണ് സെൽ സ്പേസിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഈ ഒരു ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് നമ്മുടെ ടേബിളിനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട് ആണ് ഹൈറ്റും വിഡ്ത്തും. The height and width attribute is used to specify the height and width to the table. ടേബിളിന്റെ ഹൈറ്റും വിഡ്ത്തും സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് ഹൈറ്റും വിഡ്ത്തും. പലപ്പോഴും നമ്മൾ പിക്സൽ വാല്യൂവിലാണ് ഈ ഒരു ഹൈറ്റും വിഡ്ത്തും സ്പെസിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട് ആണ് ഫ്രെയിം എന്ന് പറയുന്നത്. ഫ്രെയിം ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ അപ്പിയറൻസ് ഓഫ് ടേബിൾ ബോർഡർ. നേരത്തെ പറഞ്ഞു ടേബിളിന് ഒരു ബോർഡർ ഉണ്ടെന്ന് പറഞ്ഞു. ആ ടേബിൾ ബോർഡറിന്റെ അപ്പിയറൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രധാന ആട്രിബ്യൂട്ട് ആണ് ഫ്രെയിം എന്ന് പറയുന്നത്. ഫ്രെയിമിന് നമുക്ക് വളരെയധികം വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മൾ വോയിഡ് എന്ന് പറഞ്ഞു കൊടുത്താൽ ടേബിളിന്റെ ബോർഡർ കാണത്തില്ല. എബോ എന്ന് പറഞ്ഞാൽ ബോർഡർ മിക്കപ്പോഴും ടോപ്പിൽ മാത്രം അപ്പിയർ ചെയ്യുന്നു. ബോക്സ് എന്ന് പറഞ്ഞു കൊടുത്താൽ ചുറ്റുവട്ടം എല്ലാം ബോർഡർ വരുന്നു. ഇത്തരം വാല്യൂസ് ആണ് നമ്മൾ ഫ്രെയിം എന്ന് പറയുന്ന ടേബിളിന്റെ ആട്രിബ്യൂട്ടിന് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ടേബിൾ ഇൻ HTML ആർ ക്രിയേറ്റഡ് യൂസിംഗ് ദ ടേബിൾ ടാഗ്. ടേബിൾ ടാഗ് ഉപയോഗിച്ചാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ടേബിൾ ടാഗ് എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ ടാഗ് ആണ്. കാരണം അതിന് ഓപ്പണിംഗും ഉണ്ട് ക്ലോസിംഗും ഉണ്ട്. ടേബിൾ നമുക്ക് പറഞ്ഞു നേരത്തെ പറഞ്ഞു 10ഓളം പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ് ആണ് ടേബിൾ എന്ന് പറയുന്ന ടാഗിനുള്ളത്. HTML കമാൻഡ്സ് ആർ കോൾഡ് ടാഗ്സ്. HTML കമാൻഡ് ആണ് ടാഗ് എന്ന് പറയുന്നത്. ഒരു ടേബിളെ സംബന്ധിച്ചിടത്തോളം സെൽ സ്പേസിംഗും സെൽ പാഡിംഗ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി 4ാം ചോദ്യം നോക്കൂ. 2 മാർക്കിന്റെ ചോദ്യമാണ്. വാട്ട് ഈസ് ജാവാസ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് നമുക്കറിയാം. നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്താണെന്ന് പഠിച്ചു. ജാവാസ്ക്രിപ്റ്റ് ഈസ് എ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. HTML പേജിനകത്ത് എംബഡ് ചെയ്യുന്ന പ്രോഗ്രാം കോഡുകളെയാണ് പൊതുവെ സ്ക്രിപ്റ്റ് എന്ന് വിളിക്കുന്നത്. HTML അകത്താണ് ഈ സ്ക്രിപ്റ്റ് നമ്മൾ എഴുതുന്നത്. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചാണ് നമ്മൾ പൊതുവെ സ്ക്രിപ്റ്റുകളെ HTML എംബഡ് ചെയ്യുന്നത്. സോ ജാവാസ്ക്രിപ്റ്റ് ഈസ് എ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഒരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ബ്രണ്ടൻ ഇച്ച്. ബ്രണ്ടൻ ഇച്ച് എന്ന സയന്റിസ്റ്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് വാസ് എയർലി നോൺ ആസ് മോച്ച. മോച്ച എന്ന പേരിലാണ് ഇത് ആദ്യകാലത്ത് അറിയപ്പെടുന്നത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ. നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ എന്ന വെബ് ബ്രൗസറിന് വേണ്ടിയാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. മനസ്സിലാക്കി വെക്കേണ്ടത് ജാവാസ്ക്രിപ്റ്റ് ഒരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ക്ലയന്റിലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ക്ലയന്റ് നമുക്ക് സർവറും അറിയാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ 2 തരം കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ക്ലയന്റും ഉണ്ട്, സർവറും ഉണ്ട്. ക്ലയന്റ് റിക്വസ്റ്റ് ചെയ്യുന്നു, സർവർ ആ റിക്വസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്ത് പ്രോസസ് ചെയ്തു എന്ന് പഠിച്ചു. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ബ്രണ്ടൻ ഇച്ച്. ബ്രണ്ടൻ ഇച്ച് ഈസ് കോൾഡ് ഫാദർ ഓഫ് ജാവാസ്ക്രിപ്റ്റ്. ഇനി 5ാം ചോദ്യം വാട്ട് ഈസ് ടാഗ് ഇൻ HTML? 2 മാർക്കിന്റെ ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയി ആൻസർ ചെയ്യാൻ കഴിയുന്ന ചോദ്യമാണ്. നേരത്തെയും പറഞ്ഞു ദ കമാൻഡ്സ് യൂസ്ഡ് ഇൻ HTML ആർ കോൾഡ് ടാഗ്സ്. HTML ഉപയോഗിക്കുന്ന കമാൻഡുകളെയാണ് ടാഗുകൾ എന്ന് പറയുന്നത്. ടാഗ്സ് ആർ എൻക്ലോസ്ഡ് വിത്തിൻ ആംഗിൾ ബ്രാക്കറ്റ്. ആംഗിൾ ബ്രാക്കറ്റിലാണ് ടാഗുകളെ എൻക്ലോസ് ചെയ്യുന്നത്. HTML ടാഗുകളെ പൊതുവെ നമ്മൾ 2ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. സിംഗിൾ ടാഗ് ആൻഡ് കണ്ടെയ്നർ ടാഗ്. നേരത്തെ പറഞ്ഞു സിംഗിൾ ടാഗ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് മാത്രമുള്ള ടാഗ്. ഓപ്പണിംഗ് മാത്രമായി ഉപയോഗിക്കുന്ന ടാഗ്. ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ, ക്ലോസിംഗ് ഇല്ല. അത്തരം ടാഗുകളെ നമ്മൾ എംപ്റ്റി ടാഗ് എന്ന് വിളിക്കുന്നു. ഓപ്പണിംഗും ക്ലോസിംഗുമായി ഉപയോഗിക്കുന്ന ടാഗുകളെ നമ്മൾ കണ്ടെയ്നർ ടാഗ് എന്ന് വിളിക്കുന്നു. സോ ദ കമാൻഡ്സ് യൂസ്ഡ് ഇൻ HTML ആർ കോൾഡ് ടാഗ്സ്. ഇനി 6ാം ചോദ്യം വാട്ട് ഈസ് DHTML? 2 മാർക്കിന്റെ ചോദ്യം. ഒരു അബ്രിവേഷൻ ആണ്. DHTML സ്റ്റാൻഡ്സ് ഫോർ ഡൈനാമിക് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇപ്പൊ ഡൈനാമിക് HTML എന്ന് പറയുന്നതിന്റെ ഒരു ചുരുക്കെഴുത്താണ് DHTML. സോ DHTML സ്റ്റാൻഡ്സ് ഫോർ ഡൈനാമിക് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. DHTML is not a markup language. It combines the features of various web developing technology for creating dynamic web page. Dynamic web page create ചെയ്തു. Dynamic web page create ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോമ്പിനേഷൻ ഓഫ് ടെക്നോളജീസ് ആണ് DHTML എന്ന് പറയുന്നത്. അതൊരു പുതിയ ലാംഗ്വേജോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ അല്ല, മറിച്ച് അതൊരു ടെക്നോളജിയുടെ ഒരു കോമ്പിനേഷൻ ആണ്.
DHTML വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് 1997 ഇന്റർനെറ്റ് എക്സ്പ്ലോറിന്റെ കൂടെ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ടെക്നോളജിയാണ് DHTML. DHTML കൺസിസ്റ്റ് ഓഫ് 4 കമ്പോണൻസ്. 4 കമ്പോണൻസ് ആണ് ഉൾപ്പെടുന്നത്. HTML ഉൾപ്പെടുന്നു, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന CSS ഉൾപ്പെടുന്നു, ജാവാസ്ക്രിപ്റ്റ് ഉൾപ്പെടുന്നു, DOM എന്ന ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ ഉൾപ്പെടുന്നു. സോ DHTML എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടെക്നോളജീസ് ഫോർ ക്രിയേറ്റിംഗ് ഡൈനാമിക് വെബ് പേജ്. ഡൈനാമിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ ഓരോ തവണയും അപ്പിയറൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ കണ്ടന്റും ലേഔട്ടും ചേഞ്ച് ചെയ്യുന്ന വെബ് പേജുകളെ പൊതുവെ നമ്മൾ ഡൈനാമിക് വെബ് പേജുകൾ എന്ന് വിളിക്കുന്നു. അങ്ങനെ ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് DHTML. ആൻഡ് DHTML സ്റ്റാൻഡ്സ് ഫോർ ഡൈനാമിക് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. DHTML 4 കമ്പോണന്റ് ഉണ്ട്. HTML ഉൾപ്പെടുന്നു, CSS എന്ന കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ഉൾപ്പെടുന്നു, ജാവാസ്ക്രിപ്റ്റ് ഉൾപ്പെടുന്നു, DOM ഉൾപ്പെടുന്നു. അങ്ങനെ DHTML എന്ന് പറഞ്ഞ ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ഇൻ 1997.